ഇത് മൊത്തം ചാളയാന്നാ പറഞ്ഞത്. ഇത് കണ്ട നമ്മൾ അടുത്ത സാധനം. ഓ ദേ സാധനം കിട്ടിയത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നുള്ളത് ലക്ഷദ്വീപിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ലക്ഷദ്വീപ് വരാൻ പറ്റുന്നു, ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നു, എന്തെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എല്ലാം അടങ്ങിയ ഒരു ഫുൾ വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരാനുള്ളത്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാം ജസ്റ്റ് ചുമ്മാ ഇറങ്ങിയിരിക്കട്ടെ നമ്മുടെ ഇവിടുത്തെ ജെട്ടിയിലോട്ട്. ഇവിടെ ഇഷ്ടംപോലെ കൂന്തലും മറ്റുള്ള മീനൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചൂണ്ടിയിട്ട് നോക്കാട്ടെ. ഞാൻ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാം. കിഡിലാണ് ഇവിടെ വന്ന് ഈ ബോട്ടൊക്കെ കിടക്കണ എന്താ അറിയോ, ഓരോരോ ദ്വീപിലോട്ട്, അതായത് നമ്മുടെ അകത്തിൽ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് ഓരോരോ ദ്വീപിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ബോട്ടൊക്കെ കിടക്കണം കേട്ടോ. ഈ സൈഡിൽ കൂടുതൽ ഫിഷിംഗ് ബോട്ടൊക്കെ കിടക്കണം. വേറെ രസം കാണിച്ചു തരാം. ഈ വെള്ളം കണ്ടോ, എന്തോ കണ്ണിനീര് പോലത്തെ വെള്ളം നോക്കി. ഓ എന്നാ രസമല്ലേ. അപ്പോൾ ഇവിടെ കൂടി മീനൊക്കെ വന്ന് ഞാൻ കിട്ടിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ചേട്ടൻ അവിടെ ചൂണ്ട കാസ്റ്റ് ചെയ്ത് തുടങ്ങി. നോക്കട്ടെ എന്നാ കിട്ടുമെന്നെ കാണിച്ചു തരാം. ഈ നടക്കണേ കണ്ട് എന്തോ പൊടിമീനാട്ടോ, ഇഷ്ടം പോലെ മീനാട്ടോ. അവിടെ ഇങ്ങോട്ട് മാറിയപ്പോൾ അടിയിൽ കൂടി മീൻ നടക്കട്ടെ. ഇത് മൊത്തം ചാളയാന്നാ പറഞ്ഞ കേട്ടോ അവര്. ഈ അടി ഫുള്ളും നടക്കണ ചാളയാട്ടോ നടക്കണം. ഇതുകൊണ്ട് മൊത്തം ഇഷ്ടം പോലെ. ഇപ്പം നമ്മുടെ വീശി പോലെ ഉണ്ടെങ്കിൽ ഒറ്റ വീശിയ വല നിറച്ച് മീനായിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും വല അലോഡല്ല കേട്ടോ. ഇതേണ്ട വണ്ടികളൊക്കെ ഓരോന്നൊക്കെ വന്നു തുടങ്ങി. ഇത് ബംഗാരെന്ന് പറഞ്ഞത് ഏതോ ദ്വീപിൽ നിന്ന് വന്നാന്ന് പറഞ്ഞ കേട്ടോ അവര് പറഞ്ഞത്. ഓ ദേ പുറകെ വന്ന് അടിക്കോട്ടെ. അടിച്ചടിച്ചടിച്ചടിച്ച് പുറകെ വന്ന് അടിക്കുമല്ലേ. ജിബിൻ ചേട്ടൻ എന്താ മീൻ അടിച്ചിട്ടുണ്ടേ. നോക്കട്ടെ എന്നാ സാധനം പറ്റയാണോ? ഓ ദേ സാധനം കിട്ടിയേട്ടാ. കാണിച്ചേ. എല്ലോ ആണോ? അല്ല വാ കിടില സാധനം. ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അടിച്ചടിച്ച് അങ്ങനെ വറ്റ അടിച്ച് കേട്ടാ. വൈകുന്നേരം ആയപ്പോൾ നിറച്ച് ടൂറിസ്റ്റുകളും നാട്ടുകാരൊക്കെ വന്ന് എല്ലാവരും കൂടി കേട്ടാ. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിംഗ് സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേറെ അടുത്തൊരു ജെട്ടി ഉണ്ടെന്ന് പറയാം, അങ്ങോട്ട് കൂടി പോകാം. ഈ ഒരു സീൻ ഉണ്ടെന്ന് നോക്കി. പിള്ളേരെല്ലാവരും ഇത് കളിച്ചുകൊണ്ടിരിക്കട്ടോ. ഒരു സൈഡ് ഫുട്ബോൾ കളിക്കുന്നു, ഒരു സൈഡ് വോളിബോൾ കളിക്കുന്നു. പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്ന് നിങ്ങണ്ട കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ശരിക്കും ഇതൊരു സ്വർഗ്ഗഭൂമി തന്നെ കേട്ടോ. ഇന്ന രസം നോക്കി. ഒരിക്കലെങ്കിലും ഇവിടെ വന്നു കേട്ടോ. വന്ന് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യണം. ഇന്ന രസമുണ്ട്. പൊന്നെ കണ്ടിട്ടാണ് കൊതി വരുന്നത് കേട്ടോ. വൈകുന്നേരം ഈ കാറ്റൊക്കെ കൊണ്ട് സൺലൈറ്റ് കണ്ട് ഈ കടൽ തീരത്ത് വഴി ഒരു ബൈക്കിലൊക്കെ യാത്ര സ്വപ്നങ്ങളിൽ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ. പക്ഷെ ഇതൊക്കെ നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ത് രസമാണ് നോക്കി. നമ്മൾ അടുത്ത ജെറ്റിലിട്ട് വന്നിരിക്കും കേട്ടോ. ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്ത് കണ്ട പോലെ ടൂറിസ്റ്റുകളൊന്നും അധികമില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ അങ്ങോട്ട് അടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഈ കാണുന്ന കാഴ്ച കണ്ടത് ഈ ബോട്ടൊക്കെ, ഫിഷിംഗ് ബോട്ടെല്ലാം ഇങ്ങനെ കിടക്കും കേട്ടോ. ആ ലൈറ്റ് കണ്ടോ, സൺലൈറ്റ് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കറങ്ങി വന്ന് ഇവിടെ എൻഡിങ്ങിലായി കേട്ടോ. ഇവിടെ കൊണ്ട് തീരുവാണ്, റോഡും തീരുവാണ്, എല്ലാം റോഡ് തീരല്ല, റോഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതും അവിടുത്തെ പോലെ തന്നെ ബീച്ച് സെറ്റപ്പ് ആട്ടോ. നമ്മൾ ഈ റോഡ് വഴിയൊക്കെ ഇറങ്ങി വന്ന് ഏത് കടലിൻ്റെ സൈഡിൽ ചെന്നാൽ നിറച്ച ആൾക്കാരൊക്കെ കേട്ടോ. നാട്ടുകാർ മൊത്തം ഇങ്ങനെ വൈകുന്നേരങ്ങൾ വന്ന് കഥയൊക്കെ പറഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ വന്നൊരു ടൂറിസ്റ്റായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ പെട്ട് പോയേക്കാനുള്ള അവസ്ഥ എന്ന് ഓർത്ത് പുറലോകമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളൊക്കെ ടൗണിലും കറങ്ങി കിടന്ന് എന്താ പറയുക, നാട്ടുപ്രദേശത്ത് കറങ്ങി ഒരുപാട് എന്താ പറയുക, ഒരു പിടിച്ചുകെട്ടില്ലാതെ കറങ്ങി കിടക്കുന്ന നമ്മളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നും കേട്ടോ. പക്ഷെ എന്നാലും ഈ ഫിഷിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് വന്നാൽ ഒട്ടും മടുപ്പ് വരികയില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ജെട്ടി, അതായത് നമ്മുടെ അകത്തിലെ മെയിൻ ജെട്ടി കേട്ടോ. ഓരോരോ ദ്വീപിലോട്ട് ഞാൻ മുന്നേ പറഞ്ഞില്ല, ഓരോരോ ദ്വീപിലോട്ട് ബോട്ടിലെ ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഇത് കപ്പൽ വരുന്നതല്ലേ. ഇപ്പോൾ ബോട്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ കപ്പലും വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. കുറേ പേര് ഇവിടുന്ന് ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറേ പേര് വലയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കപ്പൽ വരുന്ന വലിയ ചരക്ക് കപ്പലൊക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ജെട്ടി കേട്ടോ ഇവിടെ. പിന്നെ ബോട്ടൊക്കെ വരുന്നുണ്ട്. ഓരോരോ ദ്വീപിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പാസഞ്ചേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോട്ടുകളും വരും കേട്ടോ. ഇവിടെ വല ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഈ ജസ്റ്റ് പറ്റേ മാത്രമേ ശരിക്കും വല ഇടാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞേക്കണം. പുറത്തോട്ടൊന്നും വല അലൗഡല്ല കേട്ടോ. അപ്പം വല്ല മീനുണ്ടെന്ന് നോക്കാം. രക്ഷയില്ല കേട്ടോ, അവരെ കഷ്ടപ്പാട് വെറുതെ പോയി. അതിനകത്തൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ വെറൈറ്റി സൈസ് മീനുണ്ട് കേട്ടോ. കുറേ അലങ്കാര മത്സ്യങ്ങൾ പോലത്തെ കേട്ടോ. ഇവിടെ ഇവർ പറയുന്നത് നമ്മുടെ നോർമൽ കരിമീൻ പോലത്തെ മീനാണെന്ന് പറഞ്ഞത്. പക്ഷെ എന്നാ രസമാണെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നിവിടെ വന്നിരിക്കണമല്ലോ നമ്മുടെ ആദർശുണ്ട്, ഫ്ലൈ ഫിഷിംഗ് ആദർശുണ്ട്. പിന്നെ ദേ നമ്മളെ സ്പോൺസർ ചെയ്തേക്കണ ചേട്ടൻ ഏതാട്ടാ, അൻസാറല്ലേ, അൻസാർ ചേട്ടനാണ് നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ലക്ഷദ്വീപിലോട്ട് സ്പോൺസർ ചെയ്തിരിക്കണം. അപ്പോൾ ചേട്ടൻ്റെ കുറേ സ്റ്റേ ഉണ്ട് കേട്ടോ, ഹോം സ്റ്റേ പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മളെന്തുപോലെ കുറേ സാധനങ്ങൾ കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം ഹോം സ്റ്റേ പരിചയപ്പെടാം. ഈ അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഇവിടെ ചേട്ടന്മാർ മീൻ പിടിക്കേണ്ട രീതി കാണിച്ചു തരാം. വെറൈറ്റി പരിപാടിയാണേ. ആങ്കർ ഹുക്ക് അല്ലേ ഇത് നിറച്ച് മീൻ വരുന്നുണ്ട്. ആ തീറ്റയും കിട്ടി കഴിയുമ്പോൾ ഇത് വരുന്നുണ്ട്. ആങ്കർ ഹുക്കിട്ട് പൊക്കിയെടുക്കുന്ന പരിപാടിയാണ്. വിട്ടുപോയില്ലേ, ഇത് നിറച്ച വരുന്നത് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ. ആങ്കർ ഹുക്കിൻ്റെ മേലിലാണ് സാധനം തീറ്റ കൊടുക്കുന്നത്. എന്നിട്ട് തീറ്റ തിന്നാൻ വരുമ്പോൾ ഒറ്റ വലിയാണേ, കൂട്ടത്തോട് വരുമ്പോൾ. ചേട്ടൻ പിടിച്ച് കയറ്റി ചേട്ടാ. ഇതിൻ്റെ കളർ ഉണ്ട് ചേട്ടൻ, ഒന്ന് കാണിച്ചേട്ടാ. ഇത് എൻ്റെ കളർ ഇന്നൊരു രസം നോക്കി. ഓമ്പോ ഇപ്പം പിടിച്ച് കയറ്റി കേട്ടോ. അടിപൊളി സാധനം.
ഇതേണ്ടത് ഇതാട്ടാ മീൻ കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞില്ലേ കരിമീനെ പോലെ നമ്മുടെ നാടൻ കരിമീനെ പോലെ സെയിം സാധനം തന്നെ, പക്ഷേ അതിൻ്റെ കളറും ഡിസൈനും മാത്രമേ വേറെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആ ചേട്ടന്മാർ കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പോണ റൂമിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചില്ലാവേ. ആഹാ അതെ ഇത് കണ്ടത് ശരിക്കും നമ്മുടെ ഒരു വീടിൻ്റെ റൂം പോലെ തന്നെ കേട്ടോ. എല്ലാം സെറ്റപ്പാണ് കേട്ടോ. ലൈറ്റ് ഡൈനിങ് റൂമൊക്കെ സൂപ്പറാണ്. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം നല്ല വൃത്തിയും മെനയോട് തന്നെ ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ കേസുണ്ട് കേട്ടോ. നമ്മൾ ഈ ലക്ഷദ്വീപ് വന്നിട്ട് കറങ്ങി അടിച്ച് ചൂണ്ടായി കിട്ടിയത് മീനൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടുക്കള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. റൂം നോക്കട്ടെ, റൂം കാണിച്ചു തരാം. എൻ്റെ ലൈറ്റ് നോക്കട്ടെ, കണ്ടോ കിടിലൻ റൂമാണല്ലോ. നല്ല വൃത്തിയും മെനയുള്ള റൂമൊക്കെയാണ്. നല്ല ടോയ്ലറ്റും സൗകര്യമൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ വരുന്നവർക്ക് പിന്നെ റൂം മോശമാണെന്ന് ഓർത്ത് പേടിക്കുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിയും മെനയൊക്കെ ഉണ്ട് കേട്ടോ. AC സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പുറത്ത് വേറെ ഒരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂം. നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ബീച്ച് സൈഡുകളിലൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കുക, വെറൈറ്റി ഫുഡുകൾ കഴിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടിപൊളി ഒരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ട കടലാമയുടെ കുഞ്ഞുങ്ങൾ കയറി വരുന്നുണ്ടോ. രാത്രി ആയപ്പോൾ എല്ലാം കുഴിയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ കയറി വരും കേട്ടോ. രാത്രി എല്ലായിടത്തും കടലാമ ഇങ്ങനെ വന്ന് കയറി മുട്ടയിട്ട് വെക്കും. അത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കയറി വരും കേട്ടോ. കുഴിയിൽ നിന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കയറി വരും കേട്ടോ. ഇതേണ്ടത് ഓരോരുത്തരായിട്ട് ആ കുഴിയിൽ നിന്ന് കയറി കടലിലോട്ട് പോകും കേട്ടോ. ഇതിന് തൊട്ട് പറ്റേ കടലാണ്. അപ്പം ഇതിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. കടലിൻ്റെ ആ സൗണ്ടും പിന്നെ എന്താ പറയുക വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ അറിയാം. അത് കാരണം കറക്റ്റായിട്ട് അങ്ങോട്ട് പോയിക്കോളും. കയറി വരും കേട്ടോ നമ്മുടെ അടുത്തോട്ട്. അപ്പോൾ പോയി വലുതായിട്ട് പോകാം കേട്ടോ. അപ്പോൾ അടുത്ത വേറെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടോയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. നമ്മളിതേ ബീച്ച് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ലക്ഷദ്വീപുകാരൊക്കെ ട്രഡീഷണൽ പ്രോഗ്രാം ഇവിടെ നടപ്പട്ടെ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. മനസ്സിൽ ദുഃഖം നിറഞ്ഞ് മലിഞ്ഞൊരു പ്രിയ മനം സലാമായി തന്നെ പരിപാടി മൊത്തവും കണ്ട് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വേറൊരു ഫംഗ്ഷൻ കൂടി ഇവിടെ വന്ന് വിട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു നാട്ടിലൊരു കല്യാണം നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കല്യാണ വീടുകളിൽ നിന്നും പോകണം. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ട് രസിച്ച് പോകാമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. നല്ല രസമുണ്ട് കണ്ടിരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിലെ വട്ടക്കളിയൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ സെയിം സാധനം കേട്ടോ. ഇനിതേ ഫുഡ് കഴിക്കുക കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് എന്നിട്ട് ഒരു കല്യാണം കൂടി ഇവിടുന്ന് അടിപൊളി ഫുഡും കഴിക്കുവാണേ. ഞങ്ങളെ നമ്മുടെ പ്രോഗ്രാമൊക്കെ എല്ലാം കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ ഏകദേശം ഒതുങ്ങിയായിരുന്നു. അത് കാരണം നമുക്ക് ഫുഡൊക്കെ അവർ തന്ന് സന്തോഷമായിട്ട് നമ്മൾ വിരിയുവാണ്. പിന്നെ എന്താ വേറെ കേസുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പോലെയല്ല കേട്ടോ ഇവിടുത്തെ കല്യാണം എന്ന് പറയും. ഇവിടുത്തെ കല്യാണത്തിന് നമുക്ക് നാട്ടിൽ സ്ത്രീധനമല്ലേ, പക്ഷേ ഇവിടെ നേരെ തിരിച്ച് കേട്ടോ. ആണുങ്ങൾ നേരെ തിരിച്ച് പെണ്ണുങ്ങളെ വീട്ടോട്ട് വേണം കേട്ടോ കാശ് കൊടുക്കാൻ. അതായത് മഹർ കൊടുപ്പെന്ന് പറയും കേട്ടോ. അത് നേരെ തിരിച്ചാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അടിപൊളി ആചാരമാണ്. ഇനി ഇതേ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാമയൊക്കെ എഗ്ഗിങ് ചെയ്യുന്നുണ്ട്. എഗ്ഗിന്ന് റിലീസാകുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തായിട്ട്. അപ്പോൾ അതായത് നമ്മൾ അത് അന്വേഷിച്ചൊരു പോക്കാണ്. എന്തായിത്തീരുമെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കടലാമയുടെ എഗ്ഗിങ്ങും കടലാമയുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. ടോർച്ചുമായിട്ട് ഇറങ്ങിയിരിക്കട്ടോ. നേരെ കടലിൻ്റെ സൈഡിൽ ആമതപ്പി പോവുകയാണ് കടലാമ. അതിങ്ങനൊരു റൗണ്ട് ഷേപ്പ് ഗ്യാപ്പുണ്ട്. അത് വലിയ ആമ കയറിയിട്ട് ഇതേപോലത്തെ കുഴി കുഴിച്ച് മുട്ടയിടണം കേട്ടോ. അത് കയറി പോയ പാടാണ് ഈ കാണുന്നത്. അടിപൊളി സാധനം. ആഹാ ഇറങ്ങി പോകണം. ഇവിടെ വേറെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഞവണിക്കല്ല ശരിക്കും ശംഖാണ് കേട്ടോ. ശംഖിന് കാലൊക്കെ വെച്ച് പോകുന്ന കേട്ടോ. ഞണ്ട് പോലെ തന്നെ ഇരിക്കുന്ന സാധനം. നമ്മുടെ പല വീഡിയോയിൽ പ്രത്യേകിച്ച് ഫോറസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു നമ്മൾ നൈറ്റ് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ടോർച്ചൊക്കെ അടിച്ച് ആനിമൽസിൽ തപ്പിപ്പോകുന്നത്. അതേ സെയിം ഫീലിംഗ് ആട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. നമ്മുടെ കടലാമയുടെ എഗ്ഗിങ് കാണാൻ വേണ്ടി പോവുകയാണ്. എന്നെ ഒരു രസം നോക്കി കടലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് കേട്ടോ. ആദ്യം കണ്ട അതേ സെയിം സാധനം കേട്ടോ. പക്ഷെ അതിൻ്റെ വേറെ തോടാണ് കേട്ടോ. ഇന്ന ഭംഗിയാണ് നോക്കി ഇതിനെ കാണാൻ തന്നെ.
കടലാമയുടെ എഗ്ഗിങ്ങും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല കേട്ടോ. നമ്മൾ അവിടെ അങ്ങ് അറ്റം വരെ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നിനും കണ്ടില്ല, എല്ലാം മുട്ടയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ആ ബീച്ച് സൈഡിൽ കണ്ട ആമക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ അവിടെ പോയി നോക്കാം, കാണാൻ പറ്റുമെന്ന്, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമോ നോക്കാവേ. രാവിലെ ആയപ്പോൾ ചൂണ്ടിടാന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാട്ടോ. അന്ന് കഴിഞ്ഞപ്പോൾ ഒരു മോഹം ഒന്ന് ചായ കുടിക്കണമെന്നേ. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടതേ, ഈ തൊട്ട് പറ്റേ കാണുന്ന കേട്ടോ കടയൊക്കെ, ചെറിയൊരു ഫുഡ് കോർട്ടാണ് ഇത്. ഇഷ്ടംപോലെ ഇതുപോലെ ഫുഡ് കോർട്ട്, ഒരുപാട് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. ഇത് കണ്ടോ എന്തൊരു വൈബാന്ന് നോക്കിയേ, കണ്ടോ ഓപ്പൺ കോർട്ടാണ് കേട്ടോ. ഇതിവിടെ ഇരുന്നതേ നല്ല ചായയും ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടോ ബീച്ചിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാം. ബീച്ചിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ. അപ്പോൾ അത് അവിടെ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട്. കപ്പലൊക്കെ വന്നതേ, കപ്പലല്ല ഒരു ചെറിയ ബോട്ടൊക്കെ എന്നാ പറയുക കടലിലോട്ട് ഇറക്കണൊക്കെ ഉണ്ട്. അടിപൊളി വൈബാട്ടോ ഇവിടെ. ഇതേ നമ്മൾ ചൂണ്ട കൊണ്ടുവന്ന് ഇട്ടപ്പോഴേ മീൻ അടിക്കണ്ടത്, അടിച്ചടിച്ച് അമ്പോ മറ്റേയല്ലേ നിങ്ങളൊന്നും കൊണ്ട് ഇട്ടത് കേട്ടോ. ഇട്ടപ്പോ തന്നെ അന്നം പിന്നെ വെറൈറ്റി മീൻ അടുത്ത് അടിച്ചിരിക്കണം. നല്ല ടേസ്റ്റാണല്ലേ. ഇഷ്ടം പോലെ മീൻ ഇല കൂടിയൊക്കെ നടപ്പുണ്ടേ ഇവിടെ. ഒരു പാലം കണ്ട, ഈ പാലം കണ്ട, ഈ പാലത്തിന്റെ അടിയിൽ, പാലല്ല ജെട്ടിന്റെ കാലിന്റെ അടിയിൽ ഇഷ്ടംപോലെ വലിയ മീൻ നടപ്പുണ്ട്. നമുക്ക് താഴം വഴി വന്നിട്ട് നമ്മുടെ കുത്തണ സാധനം ഉണ്ട് കേട്ടോ, നമ്മുടെ മെയിൻ ടൂൾ. അതുകൊണ്ട് കുത്തി പിടിക്കാൻ പറ്റുന്നോ, വലിയ മീൻ നടക്കണ്ട. ഈ ജെട്ടിയുടെ അടി വന്നു കേട്ടോ. അടി വന്നപ്പോൾ കാണിച്ചില്ല മീൻ നടക്കണത് ഇഷ്ടം പോലെ നടപ്പുണ്ട് കേട്ടോ. ഓ ശരിക്കും പറഞ്ഞ ഒരു തോക്ക് തെറ്റിയല്ലേ സ്പിയർ കണ്ണൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഒയ്യോ വലിയ മീൻ നിൽക്കണ്ട, അടിക്കടിക്കടിക്കാ പോണേ പഠിക്കാവേ. അടിപൊളി സാധനമാണ് കേട്ടോ. ഇഷ്ടം പോലെ മീൻ ഉണ്ട്, ഒരു വലുതുണ്ട്. വന്നിട്ട് അടുക്കണി ഞാൻ അവിടെ വന്നാലോ വേറെ കയറി വരുന്നു. മറ്റേതാ നോക്കാം. ഈ പോണാനൊക്കെ കാനക്കാവണം ഞാൻ മുമ്പേ ഇവിടെ വന്നിക്കാം. മാറുന്നുണ്ടോ റിസ്കി ഷോട്ടാണ് കേട്ടോ. പരുവത്തിന് നിൽക്കുക. ഒരു മീനെ കുത്തിയെടുക്കാൻ പോണേ. അയ്യോ മീനെ കുത്താൻ ഉണ്ടോ വാ അടിപൊളി. എന്നിട്ട് നമ്മള് ലക്ഷദ്വീപ് വന്നിട്ട് കടലിൽ മീനെ കുത്തി പിടിക്കുന്ന കാഴ്ച. ഓണ പറഞ്ഞു ആശാനെ ചേട്ടോ കിട്ടി. വേണ്ട വലിയ കണ്ടോ അടിപൊളി മറ്റേയല്ല വീഡിയോ ഒക്കെ അടിപൊളി. നിങ്ങള് പുലിയാണ് കേട്ടോ. ഞാൻ ഈ കുന്തമൊക്കെ എടുത്തോണ്ടപ്പോ ഞാൻ പറയുകയും ചെയ്തു ഇതൊക്കെ എടുത്ത് ലക്ഷദ്വീപിൽ എവിടെ പോയി കുത്തി പിടിക്കാനാണ്. എന്നാൽ കടലിലും ആശാൻ പുലിയാൻ തെളിയിച്ചു കളഞ്ഞു കേട്ടോ. നമ്മള് പാലത്തിന് അടിയിൽ നിന്ന് മീനെ കുത്തിയിട്ട് പൊക്കിയതേ നമ്മുടെ ജിവിഞ്ചേട്ടൻ വെളിയിൽ പോകണ്ടോ. ജിവിഞ്ചേട്ടൻ ചാക്കുമായിട്ട് നിൽക്കുക. അപ്പോൾ ചാക്കുമായിട്ട് അങ്ങ് കൊടുത്താൽ മതി. പുള്ളി മേളിൽ നിന്ന് എടുത്ത് ചാക്കിനകത്ത് ഇട്ടിട്ട് ടൂളിങ് തരും. ഇതിന്റെ അടിയിൽ പിന്നെ ഇത് ഇഷ്ടംപോലെ നടപ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് കൊതി വരുന്നത് എന്തോരോ മീനൊക്കെ കിടക്കണേ. പഫർ ഫിഷ് ആട്ടോ, നല്ല ഹൈ പോയിസൺ ആയിട്ടുള്ള സാധനം കേട്ടോ. ഈ സാധനം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ പറ്റി ചൊറിഞ്ഞ് തടിച്ച് ആള് തട്ടിപ്പോകും കേട്ടോ. പിന്നെ രസം നോക്കി നടക്കണമാണ്. ഇതിൽ നല്ല നമ്മുടെ കരിമീനെ പോലത്തെ വലിയ മീനൊക്കെ കിടപ്പുണ്ടേ. പറ്റൊക്കെ വരണം, നമ്മൾ അവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കുക. ഞണ്ട് കിടക്കണം, മുറ്റി ഞണ്ട് കേട്ടോ. ദൈവം കണ്ടോ വലിയൊരു മീനാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് എത്തിയല്ലോ. നമ്മുടെ നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പണി കൊടുക്കാം. ഈ നമ്മുടെ നേരെ വന്നുണ്ടോ. അയ്യോ എത്തില്ല. വേണ്ട ഇങ്ങനെ മീൻ കേറിട്ടുണ്ട്. വേണ്ട അടിപൊളി പക്ക ഷോട്ട്, ഹെഡ് ഷോട്ട് തന്നെ. അടിപൊളി കറക്റ്റ് കറക്റ്റാ മീനെ കാണിച്ചത്. കളർ ഇങ്ങോട്ട് കാണിച്ചോണി, ഇങ്ങോട്ട് ഇച്ചിരി കയറി കാണിച്ച്. അടിപൊളിയാണ്, സൂപ്പർ അടിപൊളി കാഴ്ച. പക്ക നേരെ കുത്തി കയറ്റുന്നുള്ള കേട്ടോ. അടുത്ത കയറി ഇനി അതിന്റെ വീഡിയോ പക്ഷെ കട്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. രണ്ടു വേണ വേണ്ട ഊരിപ്പോ കീറല്ലേ
ആ ഓക്കെ അതുകൊണ്ട് അവർക്ക് മീൻ അറിയാം കണ്ടോ. അറിയാവുന്നവർ പറഞ്ഞു തന്നത് കട്ടിയുള്ള മീനാണ്. ഉണ്ടോ കരിനീല കളർ ഇടില സാധനം ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റി സാധനങ്ങൾ അടിയിൽ കൂടി നടപ്പുണ്ട്. അവനത് നല്ല സിമ്പിൾ സാധനം വലിയ അടിപൊളി നല്ല മുഴുത്ത് വെക്കണ്ടേ, പക്ഷെ അടി കൂടിയാണ് ആ മുഴുത്ത് വെക്കാൻ നടക്കുന്നത്. അതുകൊണ്ടില്ല അയ്യോ പാടിപ്പോകും. അടുത്ത സാധനത്തിന് അടിച്ച് ഇതെന്നാ വേണമെന്ന് അറിയാൻ വെറൈറ്റി ഒരു സാധനം കേട്ടോ. അത് അടിയിൽ ഇഷ്ടംപോലെ മീൻ വന്നുണ്ടേ. എന്താ ആ വായിച്ചാളെ അടിപൊളി സാധനം കേട്ടോ. ഉണ്ണി നമ്മളെ പിടിച്ച മീനെ കയറ്റുമതി ചെയ്യുന്ന കാഴ്ചയാണ് മേളിൽ ജീവൻ ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പം ജീവൻ ചേട്ടനിലോട്ട് ഈ മീൻ കൊടുക്കുക. കാരണം ഈ നൂലേന്ന് മീനെ ഊരിയാൽ മാത്രമേ കടുത്ത മീൻ പിടിക്കുമ്പോൾ വലിയ മീനൊക്കെയാണെങ്കിൽ ഊരിടാൻ പറ്റത്തുള്ളേ. കണ്ടോ പറയാം കരിനീല കളറിലെ മീനാട്ടോ. നമുക്ക് ആദ്യം ഒരെണ്ണം കിട്ടിയ സാധനം സെയിം സാധനം തന്നെ അടി ഇതെന്ന് നിൽക്കണത് എന്തോടെ നിൽക്കുന്നത്. നമ്മുടെ കമ്പിയൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓതി ആഹാ മുഴുത്തനും നോക്കട്ടെ. അത് തന്നെ ഇപ്പൊ കയറി വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ടേ. ഈ സൈഡിൽ കൂടി ഫുള്ളും വറ്റയാണ് നടക്കണ്ട. ഇതുകൊണ്ടോ ഈ നടക്കണം ഫുള്ളും വറ്റയാണ്. ദൂരം നോക്കി ആ എന്നെ ഭംഗിയല്ലേ നടക്കണാണ്. ഇതേ വലുത് തന്നെ അതിലോട്ട് കമ്പി ഇറക്കും പെട്ടെന്ന് വരും. മറ്റേ അപ്പം അങ്ങനെ വരുവേ കുത്ത്. ആ ഇല്ല ഇതാണ് നമ്മുടെ ടെക്നിക്ക്. നമ്മൾ കയറ്റിയിടും കണ്ട ഞങ്ങളുടെ കിടന്നു. ഇപ്പൊ ഞാനൊരു മീനെ കുത്തിയായിരുന്നു കേട്ടോ. കുത്തി കൊണ്ടിട്ട് ഇത് ഊരിപ്പോയി. രണ്ടാമത് ചത്ത് താഴെ കിടന്നേ. അതിന് നമ്മൾ കുത്തിയെടുക്കുമോ മീൻ ചത്തു ബോധം പിടക്കമുണ്ട്. ഇനിയെങ്കിലും കുത്തിയാൽ കയറിയാൽ മതിയായിരുന്നു. മീനുണ്ടോ ചത്തതിനെ കുത്തിയിട്ട് പോലും കയറുന്നില്ല. കണ്ടോളൂ കണ്ട ഇല്ല ഇനി ചത്തതിനെ കുത്തിയെന്ന് പറയുന്നു. കുത്തിന് കയറി എപ്പോൾ ഇറങ്ങി അനങ്ങുന്നുണ്ടോ ഉണ്ടോ മയങ്ങി പോയി കുത്തി കിട്ടിയപ്പോൾ കേട്ടോ. ഇവന് ഊരിയെടുക്കാനാണ് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുത്തിട്ട് കരയോടെ കിട്ടാൻ മതി. സംഭവം പരിപാടി കഴിഞ്ഞു. ഈ കര കിടന്നോളും. അടുത്തതിനെ കുത്താൻ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുക. കണ്ടോ ഇനി അവിടെ സെറ്റ് ചെയ്യുക. അടുത്തതിനായിട്ട് അറേഞ്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. അതെ നമ്മൾ ജെട്ടിയുടെ അടിയിൽ നിന്നുള്ള മീനും പിടുത്തം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ പോകട്ടെ. നമുക്ക് അടുത്ത കാഴ്ചകളാണ്. അത് ഞാൻ മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. മേലിൽ കിട്ടിയ മീൻ ജിബിൻ ചേട്ടൻ ചൂണ്ടിട്ടും കുറച്ച് പിടിച്ച് നമ്മൾ കുത്തിയ വലിയ മീനും കാണിച്ചു തരാം. ഇത് ഇപ്പോൾ വേറെ 2-3 ആദർശ് കുത്തിയെടുത്ത മീനാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ പോയി നമ്മുടെ മേളിലത്തെ അടുത്ത കാഴ്ചകൾ കാണാവേ. ഇതുണ്ടത് നമുക്കിപ്പോൾ ഇത്രയും നേരം നമ്മൾ കുത്തി പിടിച്ച മീനാട്ടോ. ജെട്ടി കാണാൻ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ അതായത് നമ്മുടെ ടൂൾസ് ഇവിടെ ഉണ്ട്. ടൂൾസ് ഉള്ളവരുടെ രക്ഷപ്പെട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ബായിക്ക് ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. അമ്പോ ഇത് നമ്മൾ കറി വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കുവേ. ഈ കിടക്കുന്ന ഫുള്ളും ഫിഷിങ്ങിനുള്ള ബോട്ടാട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ എന്താ പറയുക മെയിൻ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടൂണാട്ടോ. മീനാണ് ഇവിടുത്തെ. ചൂര പിടിച്ച് പണ്ടൊക്കെ ഇവിടെ മാസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഫുഡിങ് പ്രൊഡക്റ്റ്. ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ച് കേട്ടോ. എന്തൊക്കെ സംഭവം എന്ന് അറിയാൻ പറ്റില്ല. അതിന് വില കുറവായ അത് നിർത്തി വെച്ച്. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന മീൻ മൊത്തം ഈ ടൂണയും എന്താ പറയുക ടൂണയും തന്നെ ചൂര അതുപോലെ എല്ലാ മീനുകളും പുറത്തുനിന്ന് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് ഫിഷിങ്ങിൻ്റെ ആൾക്കാർ വന്ന് മീൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അത് നേരെ ബോട്ടിലോട്ട് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് തന്നെ ബോട്ടിൽ നിന്ന് കിട്ടുന്ന മീൻ നേരെ അവരുടെ ബോട്ടിലോട്ട് നേരെ കയറ്റി തൂക്കി നമ്മൾ മാർക്കറ്റ് ചെയ്യണ പോലെ തൂക്കി അപ്പം തന്നെ വില കൊടുത്ത് വിടുകയാണ്. അത് കാരണം ഇപ്പോൾ ആരും പഴയ പോലെ പരമ്പരാഗത മാസുപരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ട്രിപ്പ് തയ്യാറാക്കി തന്നെ സീകൾ എന്ന് പറഞ്ഞ ഒരു പാക്കേജിങ് ടീമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസും എന്തെല്ലാം പാക്കേജിങ് ട്രിപ്പൊക്കെ എല്ലാം ഉണ്ടെന്നോ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു ഇൻഫർമേഷൻ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ നോക്കുക, അതിൽ നോക്കി കോൺടാക്ട് ചെയ്ത് ഇവിടെ വരിക. ഈ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്യുക കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ ഈ പാക്കേജിങ് ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ അവരോട് പറഞ്ഞിട്ട് ഒരു ബൈക്ക് റെന്റിന് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഇത് എന്താ പറയുക ഈ ദ്വീപിലൂടെ ഇങ്ങനെ കറങ്ങിയെടുക്കാം. മൊത്തം ടോട്ടൽ എന്തോ 12 കിലോമീറ്റർ ഉള്ളൂ. 12 കിലോമീറ്റർ 8-12 അങ്ങനെ കിലോമീറ്റർ അവർ പറഞ്ഞു കേട്ടോ. ആ കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം എവിടെ കറങ്ങിയാലും ശരി നമ്മളിങ്ങനെ കടലിൻ്റെ സൈഡിൽ വരും കേട്ടോ. ചുറ്റും കടലാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവരുടെ പ്രത്യേകം പറയുക ഇതുപോലെ ഒരു 2 വീലർ എടുക്കുക, ഇങ്ങനെ കറങ്ങി നടക്കണം കേട്ടോ. അടിപൊളിയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നാറുണ്ടല്ലോ, നമ്മുടെ ഈ ലക്ഷദ്വീപുകാർക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദ്വീപ് സമൂഹത്തിലുള്ളവർക്കും ഈ സുനാമി അല്ലെങ്കിൽ അതുപോലെ വലിയ കൊടുങ്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ
പ്രോബ്ലം ആയാലെന്നുള്ളത് തോന്നുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്താ പറയുക, പ്രത്യേകിച്ച് ലക്ഷദ്വീപുകാർക്ക് ഇതുണ്ട്, ഈ തിരമാല കാണുന്ന അത്രയും പവിഴപ്പുറ്റായിട്ട് നമ്മുടെ ഈ ദ്വീപിൻ്റെ സൈഡിൽ നിന്ന് അത്രയും ലോങ്ങിന് കൂടി വന്ന ഏകദേശം ഒരു 5-10 കിലോമീറ്റർ അതിന് മേളിൽ വരും തോന്നുന്നു കേട്ടോ. പവിഴപ്പുറ്റുകളായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വല്ല തിരയും അടിച്ചാലും അത് ഇങ്ങോട്ട് അത് പ്രോബ്ലം ആയാലും അതിൻ്റെ ഫോഴ്സ് കുറയും. തിര ഈ സൈഡിലോട്ട് വരുന്നവർ ഫോഴ്സ് കുറയുക. അതുകൊണ്ടാണ് ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും ഇവരുടെയൊക്കെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ പവിഴപ്പുറ്റുകളാണ് കേട്ടോ. അത് ഇവിടെ കിടന്ന് മീനുകൾ കളിക്കുന്നുണ്ടോ, നമ്മുടെ അക്വേറിയത്തിൽ ഇരിക്കുന്നത് അതുപോലെ കേട്ടോ. ഇന്നൊരു രസമെന്ന് അറിയാമോ, ഓയ്യോ ഇത് കണ്ടിട്ട് കൊതി വന്നിട്ടാ. പിന്നെ വേറൊരു കേസ് കാണിച്ചില്ലേ, ഈ പാലത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു മീൻ ചത്ത് കിടക്കുന്നുണ്ടോ, എന്താണെന്നറിയാൻ കേട്ടോ, വലിയ എന്തോ ഒരു മീനാണ് ചത്ത് കിടക്കുവാണ്. ഇതിൻ്റെ ഒക്കെ അടിയിൽ ഒരുപാട് ചെറിയ മീനുകൾ പല കളറുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നമ്മുടെ ലക്ഷദ്വീപിലെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സ്കൂബ ഡൈവിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങുവാണേ. അപ്പോൾ അതേ നമുക്ക് പോകാനുള്ള ബോട്ട് ഇത് ഇവിടെ വന്ന് കിടക്കണുണ്ടോ, ആ ബോട്ട് കേട്ടോ നമ്മൾ പോകാനുള്ളത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കയാക്കിങ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയാക്കിങ് ചെയ്യാം, അതല്ലാത്തുള്ളവർക്ക് നേരെ അവരെ കൊടുത്ത് പോയി സ്കൂബ ഡൈവ് ചെയ്യാവേ. അപ്പോൾ അതേ നമ്മൾ പോകാൻ പോയണേ. അതിൻ്റെ അപ്പുറത്ത് കുറേ കടലാമയൊക്കെ വലിയതൊക്കെ നടപ്പുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് എന്തായി തീരുമെന്ന് അറിയാമല്ല, പോയി തകർത്തിട്ട് വരാം. ഇതേട്ടാ നമുക്ക് പോകാനുള്ള എല്ലാവരും കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ മൊത്തം നടുക്കടലെ കാഴ്ചയായിരിക്കും. ഇതൊക്കെ കേട്ടോ നമുക്ക് ഉള്ള ഓപ്ഷൻസിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് ബാക്ക് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് മൊത്തത്തോടെ നമുക്ക് സേഫ്റ്റി ഉണ്ട്, അതുകൊണ്ട് യാതൊരു കാരണവശാലും പേടിക്കണ്ട. ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്നത്. താഴത്ത് മൊത്തം പാറ കേട്ടോ. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നില്ല, ഈ ബ്ലാക്ക് ഇരുട്ട് കാണാം കേട്ടോ, അത് പാറയാണ്. അപ്പം നമ്മളിവിടെ ചാടാൻ പോണേ. ഈ വെള്ളത്തിനടിയിൽ കൂടിയൊക്കെ ഇഷ്ടം പോലെ കളറുള്ള ഒരുപാട് മീനുകൾ കിടപ്പുണ്ട് കേട്ടോ. അടിപൊളി പവിഴപ്പുറ്റൊക്കെയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാനൊന്ന് മുങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറ ആയിട്ട് നമ്മുടെ ചേട്ടൻ പോയിട്ടുണ്ട്. ചേട്ടൻ അടിപൊളി വിഷ്വൽസ് ഒക്കെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തിരിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാവേ. അതെ, മെയിനായിട്ടുള്ള പ്രശ്നം എന്നാ അറിയോ, ഞാൻ ഇടയ്ക്കൊക്കെ സിഗരറ്റ് വലിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം മനസ്സിലായി ഇപ്പോഴായിരിക്കും. ഇത്രയും നല്ല കാഴ്ച, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും അടിപൊളി അണ്ടർ വാട്ടറൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ അടിപൊളി വിഷ്വൽസ് ഒക്കെ കണ്ട് മീനുകളെയും കണ്ട് പവിഴപ്പുറ്റൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ മേളിൽ നിന്ന് ആസ്വദിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഏറ്റവും ഡേഞ്ചറായിട്ട് ഞാൻ പറയാം സിഗരറ്റ് വലി നിർത്തുക. ഒന്നും പറയണ്ട, ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഫിഷിങ്ങിന് പോയി അണ്ടർ വാട്ടർ. അപ്പോൾ ആ ഫിഷിങ്ങിന് പോയപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം തകർന്നു പോയിട്ട് എല്ലാം കൊണ്ടും ഭയങ്കര സങ്കടമുണ്ട്. അത് കാരണം ഇന്നത്തെ കൊണ്ട് ആ വലിയ പരിപാടിയൊക്കെ നിർത്തി. ഇനി തൊടിയല്ല, കാരണം എനിക്ക് ഇതുപോലത്തെ കാഴ്ചകൾ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കും തോന്നുന്നില്ല. അത് കാരണം പറ്റുമെങ്കിൽ ഇതുപോലെ കാഴ്ചയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ പരിപാടി നിർത്തിക്കോ, സിഗരറ്റ് വലി നിർത്തിക്കോ കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ എന്നെ പോലെ കരക്കൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടി വരുവേ. സൈക്കിളിലല്ല എൻ്റെ ആൾക്കാർ കൊടുത്തിക്കുന്നത് മുങ്ങണ കണ്ടാ മേളിൽ വേണേൽ ഒന്നൊരു കാഴ്ച നല്ല ലൈറ്റിംഗ് ഒന്നും ഉണ്ടേ. ഇതുകൊണ്ട് ഈ നടക്കണ മൊത്തവും അലങ്കാര മത്സ്യങ്ങൾ കേട്ടോ. കളറുള്ള ഒരുപാട് മീനുകളുണ്ട്, ചെറുതും വലുതുമായിട്ട് ഒരുപാട് മീനുകളുണ്ട്. പവിഴപ്പുറ്റിരിക്കള എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അതേ മുങ്ങി പൊങ്ങണണ്ട, ആ കളിക്കണം അവരെല്ലാവരും തകർത്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു കഷ്ടകാലമേ. ഇനിയിപ്പോൾ എനിക്ക് കാണാൻ പറ്റാതെ പോയ കാഴ്ചകൾ, അവർ ക്യാമറയിൽ പകർത്തുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് സീ കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നടക്കുന്ന ഈ യെല്ലോ ഫിഷില്ലേ, ഇതിനൊരു പോയിസൺ ഉള്ളതാണ്. അതായത് ഈ ഫിഷ് ഓരോ കുക്കുംബർ അല്ലെങ്കിൽ ഓരോ ചെടികളിൽ നിന്ന് പോയിസണായിട്ട് കൊണ്ടുവന്നിട്ട് ഈ ചെടികളിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ചെടിക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പോയിസൺ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സാധനം കേട്ടോ. ഇല്ലീഗലാണ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും. ഇല്ലീഗലായിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ കണ്ടോ, ഇതാണ് ശരിക്കും ലക്ഷദ്വീപിലെ ഏറ്റവും അഡ്വഞ്ചർ അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കേട്ടോ. സ്കൂബ ഡൈവിംഗ് ആണ് കേട്ടോ. വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അണ്ടർ വാട്ടർ ചെയ്ത് ഇഷ്ടംപോലെ മീനുകളെ കാണാം. അതിനേക്കാൾ ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകളാണ്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോറലാണ്, പവിഴപ്പുറ്റുകളാണ് കേട്ടോ. ഒരുപാട് തരം കളറുള്ള പവിഴപ്പുറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഇങ്ങനെ നടന്ന് കാണുകയും ചെയ്യാം. വിവിധതരമായിട്ട് ഒരുപാട് നമ്മുടെ ഈ അക്വേറിയത്തിലേക്ക് കാണുന്ന പോലെ തന്നെ ഒരുപാട് ഫിഷുകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നല്ല ലൈറ്റിങ് കാരണം പിന്നെ ഒന്നും പറയണ്ട, അടിപൊളി കാഴ്ചകളാണ്. ശരിക്കും എനിക്ക് മിസ്സായി പോയെന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് നോക്കണം. ബ്രീത്ത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ആദ്യം വേണ്ടത്. എങ്കിലേ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ലൈഫിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യമെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്നെ രസമാണെന്ന് നോക്കിയേ. ശരിക്കും ഇത് ആദ്യം തന്നെ ഇവരെനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് തന്നപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ഭ്രാന്ത് പോലെ ആയിപ്പോയി. ഇതുപോലുള്ള കാഴ്ച എനിക്ക് കാണാൻ പറ്റില്ല ഒന്ന്. ഞാൻ രണ്ടാമതും പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എന്താ പറയുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ റിട്ടേൺ പോരുകയാണ് ചെയ്തത്. പക്ഷേ ഈ കാഴ്ച കണ്ടപ്പം ഓ എന്നല്ലേ.
അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സ്കൂബ ഡൈവ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സീഗിൾ എന്ന് പറഞ്ഞൊരു പാക്കേജ് എടുത്ത് പോകുന്നതിൽ തന്നെ ഇത് ഒരുപാട് അവർ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒരുപാട് ഓഫറുകളുണ്ട്. പിന്നെ ഈ കാണുന്ന മീനുകളിലെ ഒന്നിൻ്റെ പേര് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തില്ല കേട്ടോ. ഇവരെന്തൊക്കെയോ കുറേ പേര് പറഞ്ഞ് മുകളിൽ വന്നപ്പോൾ എന്നോട് കുറേ പേരൊക്കെ പറഞ്ഞു, പക്ഷേ ഒന്നും ഓർത്തിരിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എന്ത് രസമാണെന്ന് നോക്കി. നമ്മൾ ഈ അക്വേറിയത്തിൽ കണ്ടുള്ള ഫീലിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഡിസ്കവറി ചാനലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റ് അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ അണ്ടർ വാട്ടറും സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നവർ കാണിക്കുന്ന ഇതേപോലത്തെ വിഷ്വലാണ് കേട്ടോ. എന്നാ ഭംഗിയാ നോക്കിയേ. ഓ, ഈ ചേട്ടൻ കേട്ടോ നമ്മുടെ വീഡിയോ മൊത്തം എടുത്തു, നല്ല പക്കായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ വൈബ്. അപ്പൊ അതെ ഇവരായിരുന്നു കേട്ടോ നമ്മളോട് സ്കൂബ ഡൈവിങ്ങിന് വന്ന മാസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒരാൾ വെള്ളത്തിൽ കിടക്കണം, ഇവിടെ മെയിൻ ആളത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അകത്തിൽ ഫസ്റ്റ് ആയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യിക്കുന്ന ടീം നിങ്ങളല്ലേ ഫസ്റ്റത്തെ? ഇവരാണ് കേട്ടോ ഫസ്റ്റത്തെ സ്കൂബ ഡൈവിംഗ് നടത്തുന്ന ടീം. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ഓക്കെ. അപ്പൊ അതെ നമ്മുടെ അകത്തിൽ വരുന്നവർ ഒരിക്കലെങ്കിലും ഇവരുടെ കൂടെ സ്കൂബ ഡൈവിംഗ് ചെയ്യണം, മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ എന്നെ കൊണ്ട് സാധിക്കാഞ്ഞത് നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ കേട്ടോ. ഇവിടെ വരുന്നവരെ ഇവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർ താർക്കും പറയാം. എങ്ങനെ ഇത്ര നേരം നമ്മുടെ അണ്ടർ വാട്ടർ വീഡിയോ മൊത്തം എടുത്ത് നമ്മുടെ ഇതാട്ടാ, ഈ ഐഫോണാണ്, ഐഫോൺ 12 ആണ് കേട്ടോ. 12 കൊണ്ടാണ് എടുത്ത്. അപ്പോൾ അണ്ടർ വാട്ടർ ആയാലും ഉപ്പുവെള്ളം കയറും, വേറെ നല്ല വെള്ളത്തിൽ കഴുകിടുകയാണ്. എങ്ങനെയായിത്തീരുന്നൊന്നും നോക്കണ്ട, ധൈര്യത്തോടെ ഒന്നും പേടിക്കണ്ട. ഇത്ര നേരം വെള്ളത്തിലടിയിട്ട് മുക്കിയതാണ്, കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല. ഉപ്പുവെള്ളത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യത്തോടെ കഴുകുക. ഇവിടെ ഐഫോണിന് അങ്ങനെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്. അതെ 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 അതെ, ഐഫോണിന് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ വെള്ളം എങ്ങനെ വെള്ളം കഴിയാം, കാരണം നമ്മൾ ഇത്രയും നേരം അണ്ടർ വാട്ടർ എടുത്ത്, ഇത്രയും നേരം നമ്മുടെ അണ്ടർ വാട്ടർ ഫുള്ളും ഇത്രയും നാൾ എടുത്തിരിക്കണം നമ്മുടെ ഐഫോൺ കൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ അതോർത്താരും പേടിക്കണ്ട. എന്നാലും കഴിയണത്തിലെ പണിയാണ്. ഉപ്പുള്ള കാരണം എങ്ങനെയായിരുന്നു അറിയാൻ പറ്റും. ഉപ്പുള്ളത്തെ നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഓണാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കും. കാരണം സംഭവം ഓണായിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. വെള്ളം ഉള്ളതുകൊണ്ട് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. വെള്ളം കയ്യിൽ നമുക്ക് ഉപ്പുകളല്ലേ ഇതാ സ്കിഡായി പോകും. നമ്മുടെ ക്യാമറയൊക്കെ വർക്കാ കേട്ടോ. ക്യാമറക്കൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഫോണിന്റെ കാര്യത്തിൽ പിന്നെ ആരും പേടിക്കണ്ട. ഐഫോണിന്റെ ഒരു പ്രൊമോഷൻ ഇല്ലേ? ഐഫോണിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ആയതുകൊണ്ടാണ്. 12 ആണ് ഐഫോൺ. പിന്നെ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് വേറെ 16 കേട്ടോ. ഇത് അണ്ടർ വാട്ടർ മൊത്തം ചെയ്യണം ഇവനെ കൊണ്ടാകട്ടെ. നമ്മുടെ ഫുഡ് എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ തനി നാടൻ ഫുഡ് തന്നെ കേട്ടോ. നമ്മുടെ ലക്ഷദ്വീപുകാരുടെ അകത്തിക്കാരുടെയൊക്കെ തനി നാടൻ ഫുഡാണ്. ഇവർ മീൻകറിയൊക്കെ പാട്ടൊക്കെ മീൻകറി കേട്ടോ, നല്ല ഫ്രഷ് മീനൊക്കെ ദൈവം വറുത്തൊക്കെ വെച്ചിരിക്കണേ. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ഇവിടെയാണ് കേട്ടോ ലക്ഷദ്വീപിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്. അതായത് മാസ് എന്ന് പറഞ്ഞ സാധനം കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് ചൂര പുഴുങ്ങി അത് പുകയത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മുടെ ഈ വെയിലത്ത് വെച്ച് ഉണക്കും കേട്ടോ. പുകയത്ത് വെച്ച് നല്ല പുക ഒളിക്കും. അതിന് ശേഷം ഇതവിടെ കണ്ടോ ഒരു ഇരുമ്പിന് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഈ പുഴുങ്ങിയ സാധനം ആദ്യം പുകയത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഈ വെയിലത്ത് വെച്ച് ഉണക്കും. അതാണ് ശരിക്കും മാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എല്ലാം വിറ്റുപോയി, പരിപാടി കഴിഞ്ഞു പോയി. പിന്നെ പോകാനുള്ള ബോട്ടുകളാണ് കിടക്കുന്നത് ഇന്നത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ട് നല്ല മാസിൻ്റെ ഒരു അടിപൊളി വീഡിയോ എടുക്കാവേ. നമ്മുടെ ഈ ലക്ഷദ്വീപുകാരുടെ ഈ ബൈക്കാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചു നടക്കുന്നത്. പക്ഷേ ഇവർക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാ സംഭവം അറിയാമോ? നമ്മുടെയൊക്കെ നാട്ടിൽ റേഷൻ കാർഡിൽ പെർമിറ്റ് കിട്ടില്ലേ മണ്ണെണ്ണയൊക്കെ, അതേ സെയിം സാധനം തന്നെ കേട്ടോ. ഇവർക്കൊരു പെട്രോൾ കാർഡുണ്ട്. ആ കാർഡിന് മാക്സിമം ഒരു ഇത്ര ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ പെട്രോളും കിട്ടിയാലും ഒന്നും കിട്ടിയാല. അത് കാരണം എല്ലാവരും കൺട്രോൾ ചെയ്താൽ നടക്കണം കേട്ടോ എല്ലാം. അപ്പോഴേ നിങ്ങൾക്കും ഇതുപോലെ ലക്ഷദ്വീപ് ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ ഒന്ന് ഫിഷിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ ആഗ്രഹമുള്ളവരാണെങ്കിലേ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്ത ടീമുണ്ട്, സീഗിൾ എന്നാണ് അവരുടെ പാക്കേജ് ടീമിൻ്റെ പേര്. അവരുടെ കോൺടാക്ട് നമ്പറും ഫുൾ ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോളിൽ ഞാൻ ഇട്ടേക്കേണ്ട. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും ഞാൻ ഈ കാണിക്കണമല്ലോ ഇവിടെ ഒന്ന് അടിച്ച് പൊളിച്ച് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരും. എന്നെ കാരണം അറിയാമോ? കീഴിലും കുറേ ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട്. നടുക്കടലിൽ പോയി ഫിഷ് ചെയ്യണം, നടുക്കടലിൽ പോയി അണ്ടർ വാട്ടർ നൈറ്റ് അണ്ടർ വാട്ടർ ചെയ്യണം ഫിഷിംഗ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാലേ ഇനിയുള്ള തുടർന്നുള്ള കിടില വീഡിയോ കണ്ട് രസിക്കാവേ. അപ്പോൾ അടുത്ത ആഴ്ച അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, കിടില സാധനം കേട്ടോ, കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഒരു വരുന്ന കേട്ടോ അടുത്ത വീഡിയോ അങ്ങനെ സ്ഥലം കണ്ട ഡോൾഫിൻ പൊന്നും